മുത്തശ്ശി എന്ന് പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ശ്രേഷ്ഠ നായികയായ കുന്തി ദേവിയുടെ കഥയാണ്. വളരെ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ. ശ്രീകൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് കുന്തി ദേവി, ശൂരസേന മഹാരാജാവിൻ്റെ പുത്രി. ആദ്യത്തെ പേര് പൃഥ എന്നായിരുന്നു. പുത്രിയായ പൃഥയെ ശൂരസേനൻ തൻ്റെ സഹോദരീ പുത്രനായ കുന്തിഭോജന് ദത്ത് നൽകുന്നു. അങ്ങനെ പൃഥയെയും കൊണ്ട് കുന്തിഭോജൻ തൻ്റെ രാജധാനിയിൽ ചെല്ലും. അവിടെ എത്തുന്നതോടുകൂടി പൃഥയെ കുന്തി എന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം ദുർവാസാവ് മഹർഷിയെപ്പറ്റി പറയാൻ പോയാൽ പുരാണത്തിൽ നാം കണ്ടുമുട്ടുന്ന മഹർഷിമാരിൽ ഏറ്റവും അധികവും കോപം ഉണ്ടാവുന്ന ഒരു മഹർഷിയാണ് ദുർവാസാവ്. മിണ്ടിയ ദേഷ്യാണ്. അങ്ങനെ ദുർവാസാവ് വന്നു. അവിടെ കുറച്ച് ദിവസം താമസിക്കാനുള്ള പരിപാടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദുർവാസാവ് മഹർഷിക്കുള്ള ഭക്ഷണം പാകം ചെയ്യുക, പൂജയ്ക്ക് ആവശ്യമായുള്ള പൂക്കൾ പറിച്ചു കൊടുക്കുക, മറ്റ് ദ്രവ്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതൊക്കെ കുന്തി തന്നെ ചെയ്യുക. എന്നാൽ ദുർവാസാവോ ഒരുപാട് പരീക്ഷിച്ചു, കുന്തിയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. കുന്തി ഒരു അക്ഷരം മിണ്ടാതെ 13-14 വയസ്സിലെ ഈ ബാലിക അതൊക്കെ സഹിച്ചിരുന്നു. അപ്പോൾ ദുർവാസാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം പോകാൻ നേരത്തെ കുന്തിയെ അടുത്ത് വിളിച്ചിട്ട് 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പുത്രി, എനിക്ക് നിന്നിൽ വളരെ സന്തുഷ്ടനാണ് ഞാൻ ഞാനിപ്പോൾ തരുന്ന ഈ 5 മന്ത്രവും 5 ദേവന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ മന്ത്രവും ചൊല്ലി ഓരോ ദേവന്മാരെ ആവാഹിക്കുമ്പോൾ അതത് ദേവന്മാർ നിന്നിൽ സംപ്രീതനായിട്ട് നിനക്ക് ഓരോ പുത്രനെ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദുർവാസാവ് അടുത്ത് പോവുകയും ചെയ്തു. കുന്തി ഇങ്ങനെ പതിവ് പോലെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ തോട്ടത്തിലൊക്കെ ഇരുന്ന് ഒരു ദിവസം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ പൊങ്ങിയും താഴിയും പോകുമ്പോൾ ആകാശത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കുന്തിക്കൊരു കുറുമ്പ് തോന്നും. കുറുമ്പെന്നേ പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ വയസ്സ്. കുന്തി വേഗം ദുർവാസാവ് തന്ന മന്ത്രത്തിൻ്റെ ആദ്യത്തെ മന്ത്രം, സൂര്യനെ അങ്ങോട്ട് നോക്കിയിട്ട് ആ മന്ത്രം അങ്ങോട്ട് ജപിക്കലും ആ നിമിഷം തൊട്ട് മുമ്പിൽ സൂര്യൻ പ്രത്യക്ഷനായിട്ട് നിൽക്കുകയാണ്. അതികോമളനായിട്ട് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുന്തി ആകെ പരിഭ്രാന്തിയാവും. ആ പരിഭ്രാന്തിക്കിടയിൽ അവർ തമ്മിൽ സംഗമം നടക്കും. കുന്തി അതിതേജോമയനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്യും. ജനിച്ച ഉടനെ പുത്രന് സൂര്യൻ്റെ അതേ രൂപമാണ്. അത്ര സുന്ദരനാണ് പുത്രൻ കാണാൻ. 2 കാതിലും കുണ്ടലം, മാറത്ത് കവചമൊക്കെ ആയിട്ടാണ് പുത്രൻ ജനിച്ചിരിക്കുന്നത്. സൂര്യൻ കുന്തി അനുഗ്രഹിച്ച് പോവുകയും ചെയ്യും. ഈ കുട്ടിയെ ഇനി എന്ത് ചെയ്യുന്നായി. കുന്തി വേഗം, അവിവാഹിതയായതുകൊണ്ട് അപവാദം കുന്തിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് ചർമ്മണ്ണൊതി എന്നുള്ള നദിയുണ്ട്, അതിൻ്റെ ഓളങ്ങളിലേക്ക് അങ്ങോട്ട് ഒഴുക്കി വിടും. കുഞ്ഞിനെ ഒഴുക്കി കളഞ്ഞിട്ട് സങ്കടത്തോടുകൂടി കുന്തി കൊട്ടാരത്തിലേക്ക് മടങ്ങി സങ്കടമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് കുന്തി ഇങ്ങനെ ജീവിച്ചു. കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ കുരുവംശത്തിലെ പ്രശസ്തനായ പാണ്ഡു മഹാരാജാവ് കുന്തിയെ വേൾക്കുന്നു. എന്നിട്ട് ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുന്തി സങ്കടങ്ങളൊക്കെ മറന്ന് ജീവിക്കുകയാണ്. പാണ്ഡു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാദ്രി എന്നൊരു രാജകന്യയെ കൂടെ വേൾക്കുന്നു. അങ്ങനെ പാണ്ഡുവും കുന്തിയും മാദ്രിയും കൂടെ ഹസ്തിനപുരത്തിൽ താമസിക്കുന്ന കാലത്ത് പാണ്ഡു ഒരു ദിവസം നായാട്ടിന് പോവുകയാണ് കാട്ടിലേക്ക്. അങ്ങനെ നായാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ 2 മാനുകളെ കാണുകയും പാണ്ഡു ഒരു അസ്ത്രം എയ്യുകയും ചെയ്യുന്നു. ആ അസ്ത്രം ചെന്ന് തറച്ച് അതിലൊരു ആൺമാൻ നിലവിളിച്ചുകൊണ്ട് വല്ലാത്തൊരു വിലാപത്തൊരു മനുഷ്യ ശബ്ദത്തിൽ വിലപിച്ചുകൊണ്ട് പിടഞ്ഞു വീണു. പാണ്ഡു ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് മാനായിരുന്നില്ല, കിന്തമൻ എന്ന മഹർഷിയായിരുന്നു. കിന്തമൻ പറയും, ഞാൻ എൻ്റെ ഇണയോടുകൂടി രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ചെയ്ത് വീഴ്ത്തിയല്ലേ നീ, അതുകൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുന്നു. നീ നിൻ്റെ പത്നിയെ സ്പർശിച്ചാൽ ആ നിമിഷം നിൻ്റെ തല പൊട്ടിച്ചെതറി നീ മരിക്കും എന്ന് ശപിക്കുന്നു. പാണ്ഡു വ്യസനിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പാണ്ഡു പറയും, എനിക്കിനി രാജ്യത്തിരിക്കാൻ യാതൊരു താല്പര്യമില്ല, ഞാൻ തപസ്സിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പാണ്ഡു കാട്ടിലേക്ക് പോകുമ്പോൾ ഇവർ പറയും, പിന്നെ അങ്ങില്ലാതെ ഞങ്ങൾ 2 പേരും ഇവിടെ ഇരുന്നിട്ട് എന്താണ്, ഞങ്ങളും കൂടെ വരികയാണ്. അതുകൊണ്ട് അങ്ങനെ കുന്തിയും മാദ്രിയും പാണ്ഡുവിനെ അനുഗമിച്ചിട്ട് വനത്തിലേക്ക് പോകും. അവർ പോണത് ശതശൃംഗം എന്ന വനത്തിലേക്കാണ്. അവിടെ ഇങ്ങനെ ഒരുവിധം സന്തോഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാണ്ഡു ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഇവരെ 2 പേരെയും തൊടാതെയൊക്കെ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുകയാണ്. പക്ഷെ പാണ്ഡുവിന് വളരെ വ്യസനം ഉണ്ടാവും. എന്താ വെച്ചാൽ ഒന്ന് വംശം നിലനിർത്താൻ പുത്രന്മാർ വേണം, തനിക്ക് ശേഷം രാജ്യം ഭരിക്കാൻ പുത്രന്മാർ വേണം. ഒരു പുത്രൻ പോലും ഇല്ലാത്ത താൻ മഹാപാപി തന്നെ എന്ന് വെച്ച് വ്യസനിച്ചിരിക്കുമ്പോൾ കുന്തി വന്ന് പറഞ്ഞു ഇങ്ങനെ പഴയ മന്ത്രങ്ങളുടെ കാര്യം, ദുർവാസാവ് തന്ന മന്ത്രങ്ങളുടെ കാര്യമാണ്. അപ്പോൾ പാണ്ഡുവിന് സമാധാനമായി. അങ്ങനെ പാണ്ഡുവിൻ്റെ സമ്മതത്തോടു കൂടി കുന്തി ആദ്യം
ധർമ്മദേവനെ ആവാഹിക്കും. അങ്ങനെ യുധിഷ്ഠിരനെ പ്രസവിക്കും. പിന്നെ വായുദേവനെ ആവാഹിക്കും. മന്ത്രം ചൊല്ലി ആവാഹിച്ചിട്ടാണ് ഭീമൻ ഉണ്ടാവുന്നത്. അടുത്ത മന്ത്രം ജപിച്ചിട്ട് ഇന്ദ്രനെ ആവാഹിച്ച് അതിൽ നിന്ന് അർജുനനും ഉണ്ടാവുന്നു. പിന്നെ ഒരു മന്ത്രം ബാക്കിയുണ്ട്. അപ്പോൾ കുന്തി വേഗം ബാക്കിയുള്ള ഒരു മന്ത്രം മാദ്രിക്ക് ഉപദേശിച്ചു കൊടുക്കും. മാദ്രി എന്ത് ചെയ്യും? വളരെ ബുദ്ധിപൂർവ്വം അശ്വിനി ദേവന്മാരെ ആവാഹിക്കും. അവർ രണ്ടുപേരാണ്, സത്യൻ, ദസ്രൻ എന്നാണ് അവരുടെ പേര്. അവരെ ആവാഹിച്ച് അവരുടെ അനുഗ്രഹത്താൽ മാദ്രിക്ക് ഇരട്ട പുത്രന്മാരുണ്ടാവും, നകുലനും സഹദേവനും. 5 പുത്രന്മാരെയും പാണ്ഡു സ്വന്തം പുത്രന്മാരായിട്ട് ദത്തെടുക്കുകയാണ്. അങ്ങനെ അവരവിടെ സന്തോഷത്തോടുകൂടി കാട്ടിലേക്ക് ഇവർ വളരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാട്ടിലിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസന്തകാലമായപ്പോൾ പാണ്ഡുവും മാദ്രിയും കൂടെ ഇങ്ങനെ താഴ്വരയിലേക്ക് നടന്നുകൊണ്ടിരുന്നു. നടക്കുമ്പോൾ നല്ല പൂക്കളുടെയൊക്കെ വാസന വന്നപ്പോൾ പാണ്ഡു അറിയാതെ മാദ്രിയെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഇതാ പാണ്ഡുവിൻ്റെ കഥ അവിടെ കഴിഞ്ഞു. ഉടനെ ചിതയൊക്കെ കൂട്ടി, സങ്കടം സഹിച്ചുകൊണ്ട് ചിതയൊക്കെ കൂട്ടി പാണ്ഡുവിനെ ദഹിപ്പിക്കാൻ ചിതമേൽ കിടത്തി യുധിഷ്ഠിരൻ അഗ്നി പകരാൻ തുടങ്ങിയപ്പോൾ മാദ്രി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ്. ജ്യേഷ്ഠത്തി എൻ്റെ കുട്ടികളെ കൂടി, എൻ്റെ മക്കളെ കൂടി ജ്യേഷ്ഠത്തി നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് മാദ്രി പാണ്ഡുവിൻ്റെ ചിതയിൽ ആത്മാഹുതി ചെയ്യുകയാണ്. അങ്ങനെ കുന്തിയും ഈ 5 പുത്രന്മാരും പാണ്ഡവന്മാർ അവർ കാട്ടിലിങ്ങനെ വ്യസനിച്ച് കഴിയുമ്പോൾ അവിടെയുള്ള മഹർഷിമാർ പറയും, നിങ്ങളിവിടെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ പാണ്ഡു മഹാരാജാവിൻ്റെ മക്കളാണ്, നിങ്ങൾ ഹസ്തിനപുരത്തിലാണ് കഴിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ഈ കുന്തിയെയും ഈ പാണ്ഡവരെയും കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോകും. അവിടെ ചെന്ന് ഭീഷ്മരുടെ അടുത്ത് വിവരം പറയും. എന്നിട്ട് ഭീഷ്മരുടെ സംരക്ഷണയിൽ ഇവരെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മഹർഷിമാർ മടങ്ങും. പിന്നെ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. കുന്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രാജകുമാരിയായി ജനിച്ചു, രാജാവിൻ്റെ പത്നിയായി ജീവിച്ചു, പരാക്രമശാലികളായ 5 കർണനെയും കൂട്ടണം 6 പുത്രന്മാരുണ്ടായി. എന്നിട്ടും കുന്തിക്ക് സന്തോഷം എന്നുള്ളത് വിധിച്ചിട്ടില്ല. മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ മക്കൾ ജയിച്ചുവെങ്കിലും കുന്തിക്ക് സന്തോഷം കിട്ടുന്നില്ല. കാരണം കർണൻ മരിച്ചിരിക്കുകയാണ്. കർണനെ ചൊല്ലി എന്നും വ്യസനിച്ചിട്ടേ ഉള്ളൂ കുന്തി. അങ്ങനെ കർണൻ മരിച്ച ദുഃഖവും ബാക്കിയുള്ള ബന്ധുക്കളെല്ലാവരും മരിച്ച ദുഃഖവും പേറിയിട്ട് കുന്തി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കാട്ടിലേക്ക് പോയപ്പോൾ കുന്തി അവരെ അനുഗമിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കാട്ടുതീയിൽപ്പെട്ട് ധൃതരാഷ്ട്രം ഗാന്ധാരിയും മരിക്കുന്നു, കുന്തിയും അവിടെ മരിക്കുകയാണ്. കുന്തിയുടെ കഥ ഇവിടെ പൂർണ്ണമാവുന്നു. പക്ഷേ കുന്തിയുടെ ദുരിതങ്ങളൊന്നും ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടില്ല. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിച്ചതാണ് കുന്തി. അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇന്നത്തെ കഥ ഇവിടെ സമ്പൂർണ്ണമാകുന്നു.